ഹലോ ഗൈസ്, എൻ്റെ പേര് കൃഷ്ണപ്രസാദ്. സോ ഞാൻ പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങിയാണ്. ആദ്യമായിട്ട് വെറുതെ എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്, ഡേ വിത്ത് കെ പി. സോ എൻ്റെ ട്രൈ ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ വെറുതെ നമ്മൾ വർക്കില്ലാത്ത ദിവസം വെറുതെ ഇരിക്കുമ്പോൾ ഒരു സുഖമാണല്ലോ കിടക്കാൻ. അപ്പം അങ്ങനെ കിടക്കുകയായിരുന്നു. പ്രത്യേകിച്ച് പ്ലാനും കാര്യമൊന്നുമില്ലായിരുന്നു. രാവിലെ കുറച്ചൊക്കെ ക്ലീനിങ്ങും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് തന്നെ ഈ പച്ചപ്പൊക്കെ തിരിച്ചിട്ടത്. ഇപ്പോൾ ക്ലീനിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ഫ്രഷായിട്ട് നടക്കുന്നത്. അപ്പോഴാണ് ഏട്ടനും ചേച്ചിയും ജിമ്മിൽ പോകണം എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇനി ഞാൻ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് എന്തായാലും പോകാൻ നിന്നില്ല. പിന്നെ ഈ കാണുന്ന കുളം മറ്റേ ഉസ്താദ് ഹോട്ടൽ ദുൽഖറിൻ്റെ ഏതൊരു സീനിലുണ്ടെന്ന് കേട്ടു. ഏതാണെന്ന് ഞാൻ ഉസ്താദ് ഹോട്ടൽ കാണാത്തതുകൊണ്ട് എനിക്കറിയില്ല. എന്തായാലും അപ്പോൾ ഒരു ജിമ്മിലൊക്കെ പോയി. അപ്പോൾ പുറത്ത് നല്ല കാറ്റും കാര്യമൊക്കെ ഉണ്ട് പറഞ്ഞപ്പോൾ എന്നാൽ ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ വാതിലും ലോക്കാക്കി ഇറങ്ങി. 10ാമത്തെ ഫ്ലോറിലാണ്. അവിടെ സുഖമായിട്ട് ഉറങ്ങണം വിചാരിച്ചു, പക്ഷെ ഉറക്കം വന്നില്ല. എന്തായാലും വെറുതെ പോകാമെന്ന് വിചാരിച്ചു. നല്ല കാറ്റും കാര്യമൊക്കെ ഉണ്ടെന്ന് കേട്ടു. അവിടെ കുറച്ച് ഗെയിമിംഗ് റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ചെന്ന് ഇറങ്ങി. അവിടെ ചെന്നപ്പോൾ ഏട്ടന്താ അവിടെ ഇരുന്ന് ഊഞ്ഞാലാടുന്നു പാട്ടും വെച്ചിട്ട്. ഇന്നലെ ഞങ്ങളൊന്ന് ബീച്ചിൽ പോയിരുന്നു. അപ്പോൾ ബീച്ചിൽ പോയി എൻ്റെ സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് ഓരോ പാട്ട് നോക്കിയിരിക്കാനായിട്ട്. പിന്നെ അങ്ങനെ ഇരുന്ന് അത് കഴിഞ്ഞ് ഞാൻ ജിമ്മിൻ്റെ ഉള്ളിലൊന്ന് കയറി കുറേ കാലത്തിന് ശേഷം. അങ്ങനെ ചേച്ചി അവിടെ വർക്കൗട്ടും എല്ലാം സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പോവാണ്. പോലെ കൈയൊക്കെ നോക്കി കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ അവിടെ നിന്നൊരു കാര്യമില്ല, എന്തായാലും ചൂടെടുക്കും. പുറത്തിറങ്ങിയപ്പോൾ ഇതാ അവിടെ ഇങ്ങനെ മക്കൾക്ക് കളിക്കാനുള്ളതും ചെറിയ ചെറിയ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നോക്കിയാൽ ഇൻഫോ പാർക്കൊക്കെ കാണാം, സൈബർ ടവറും. അപ്പുറത്തേക്ക് നോക്കിയാൽ വണ്ടർലയും, ഇപ്പുറത്തേക്ക് നോക്കിയാൽ മറ്റേ കൊച്ചിൻ ഷിപ്പ്യാർഡ് എല്ലാം കാണാൻ പറ്റും. പിന്നെ ഫോണ് അത്ര നല്ല കണ്ടീഷനിലല്ലാത്തതുകൊണ്ട് സൂം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഏട്ടൻ്റെ അടുത്തേക്കും ചെന്ന് വീണ്ടും പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നൊന്ന് ഊഞ്ഞാലൊക്കെ ആടാൻ നോക്കി. പിന്നെ ഒരു കൗതുകം കിട്ടാത്തപ്പോൾ ഞാൻ തിരിച്ചിറങ്ങി. പിന്നെ ഞാൻ വീണ്ടും റൂമിലോട്ട് പോയി. അങ്ങനെ ഞാൻ മെല്ലെ ലിഫ്റ്റ് കയറി അങ്ങനെ 3ാമത്തെ നിലയിൽ വന്നിറങ്ങി ഞങ്ങളുടെ ഫ്ലോറിൽ. പിന്നെ ഞാൻ അങ്ങനെ ആലോചിച്ചു ഇനിയിപ്പോൾ എന്താ ചെയ്യുക. ഉറങ്ങണമെന്നുണ്ട്, പക്ഷെ ഉറക്കം വരുന്നില്ല. അത്യാവശ്യം ചൂടുണ്ടല്ലോ, നല്ല മഴക്കാറും കാര്യമൊക്കെ ഉണ്ടായതുകൊണ്ട്. പിന്നെ വിചാരിച്ചെന്നാൽ പാട്ടും വെച്ചിരിക്കുക വിചാരിച്ചിട്ട് കയറി. എന്നിട്ട് അവിടെ ചാവിയൊക്കെ വെച്ച് നേരെ യൂട്യൂബ് എടുത്തു. പിന്നെ എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ളൊരു പാട്ടാട്ടോ. അപ്പം പിന്നെ അതും വെച്ചിരുന്നത്. അപ്പോഴേക്കുണ്ട് നൈസായിട്ട് മഴ പെയ്തു. ആകാശത്താണെങ്കിൽ നൈസായിട്ട് മഴ പെയ്തു. അങ്ങനെ ഞങ്ങൾ ലുലു പോകണമെന്നുള്ള പ്ലാന് ഉണ്ടായിരുന്നു, പക്ഷെ അത് കൊളായി. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി നോക്കാൻ തുടങ്ങി. ചേച്ചി സ്വിഗ്ഗി സൊമാറ്റോ എല്ലാം മാറി മാറി നോക്കി ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിച്ച് കടന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെയായിട്ട് കടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏട്ടൻ ചോദിച്ചത് നമുക്ക് സൈലബൻ കഴിക്കാൻ പോയല്ലോ. സൈലബൻ ഞാൻ ഓക്കെ പറഞ്ഞു. സൈലബനല്ല എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ സമയം ഒരു 11:50. 11:50 12:30 എന്തോ ഷോപ്പ് ക്ലോസ് ആവും. അപ്പോൾ പിന്നെ സൺഡേ ആയിട്ട് പറയാൻ പറ്റില്ല, നല്ലോണം കസ്റ്റമേഴ്സ് വന്നിട്ട് പെട്ടെന്ന് ചിലപ്പോൾ സാധനം തീരും. അതിന് മുന്നേ അതിന് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും കഴിക്കാൻ കൊതി. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഇറങ്ങി ചാവി എടുത്ത് ഏട്ടൻ ഞാൻ. മഴ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ ബൈക്ക് പോകാൻ വിചാരിച്ചു. അങ്ങനെ ഏട്ടൻ ബൈക്ക് എടുത്തു, ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഏട്ടൻ എടുത്തു. അല്ലെങ്കിൽ ഞാൻ ഓടിക്കുക, കാരണം നൈറ്റ് നല്ല രസമാണല്ലോ എടുത്ത് പോകാൻ. അതിന് വരുന്ന വ്ളോഗ്സിൽ കാണാം. നൈറ്റ് പോകാൻ കുറച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി വെറുതെ ഓരോരോ വർത്തങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പോകാൻ തുടങ്ങി. ഇതിനെ പറ്റിയും ഞാൻ ആദ്യമായിട്ടാണല്ലോ തുടങ്ങുക, വേണോ വേണ്ടയോ ആലോചിച്ച് എന്തായാലും അത് ഒരു ടൈം പാസ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. പിന്നെ എൻ്റെ ഫോണ് റിയൽമി നാർസോ 70 ടർബോ ആണ്. 1 ഇയർ ആവുന്നേ ഉള്ളൂ എടുത്തിട്ട്. പക്ഷേ ഇപ്പോഴുള്ള ഫോണിൻ്റെ ക്യാമറകളൊക്കെ കാര്യങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ കുറവായതുകൊണ്ടൊരു നല്ല മടിയുണ്ട് തുടങ്ങാൻ. എന്തായാലും ഒന്ന് തുടങ്ങി വെക്കാൻ വിചാരിച്ചു. ആവശ്യം വരുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ക്യാമറ കാര്യം നോക്കാമല്ലോ. അങ്ങനെ എന്തായാലും സൈലബൻ പിന്നെ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ്. ഒറ്റൊരു വിരിപ്പിന് ആ ഒരു ടിന്ന് മൊത്തം ശരിക്കും തിന്നണം എന്നാണ് എനിക്ക്. ഇത് ചിറ്റലപ്പള്ളി സ്ക്വയർ പോകുന്ന വഴിയിലാണ്. മൊത്തം തിന്നണം എന്നാണ് എനിക്ക്. പക്ഷേ നൈറ്റ് അത്യാവശ്യം ഫുഡ് കഴിച്ചുകൊണ്ട് പിന്നെ പകുതി മതി വിചാരിച്ചു. വെറുതെ കുറേ ഷുഗർ അടിച്ച് കയറ്റണ്ടല്ലോ വിചാരിച്ചിട്ട്. എന്നാലും പകുതി ഞാൻ കഴിക്കും കേട്ടോ. പകുതിയിലില്ലാണ്ട് സൈലബൻ എന്താവാനാ.
അങ്ങനെ ഞങ്ങൾ സൈൻലബാൻ്റെ അടുത്തെത്തി. നേരെ ഇന്നെന്താണോ വലിയ തിരക്കില്ല, നീ നേരമായതുകൊണ്ടായിരിക്കാം. എന്നാലും തിരക്കില്ലാണ്ട് ഇതിനെക്കാളും വളരെ റയറാണ്. പിന്നെ ആ ട്രെൻഡ് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം തിരക്ക് കഴിഞ്ഞു കേട്ടോ. പക്ഷേ എന്താവും ഇതിൻ്റെ ടേസ്റ്റ് കാരണം വരാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ ഒരു മാസത്തിൽ 2-3 വട്ടം മിനിമം വരാറുണ്ട്. ഇവിടെ വന്ന് പുതിയ ന്യൂ അറൈവൽസ് ഏതൊക്കെയോ വന്നിട്ടുണ്ട് എന്ന് കേട്ടു. അപ്പം ജസ്റ്റ് ഒന്ന് ചോദിച്ചു. അവിടെ സ്ഥലം കാട്ടിയും പിന്നെ മറ്റേ കുറച്ച് ക്രിസ്പി ആയിട്ടൊക്കെ ഉള്ളതല്ലേ അതും, പിന്നെ പുതിയ ബർഗറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറയും. പക്ഷെ എന്തൊക്കെയായാലും എനിക്ക് മറ്റേ ന്യൂട്രല പിസ്താഷ്യാണ് എപ്പോഴും ഫേവറേറ്റ്. അതുകൊണ്ട് പിന്നെ അതന്നെ എടുത്തു. വെറുതെ മറ്റേ റിസ്ക് എടുക്കാത്തതല്ല, കാരണം കുറച്ച് ആഴ്ച ഇപ്പോൾ കഴിച്ചിട്ട്. അപ്പം ഇനി അടുത്ത പ്രാവശ്യം മറ്റേ വെറൈറ്റി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അതിൻ്റെ ന്യൂട്രല പിസ്താഷ്യ ഓർഡർ ചെയ്തു. അങ്ങനെ ഒരു 2 മിനിറ്റ് കൊണ്ടൊക്കെ സാധനം കിട്ടിയിട്ടോ. 350 രൂപയാണ് അതിന്. ബട്ട് ഇറ്റ്സ് വർത്ത്. എന്തായാലും പെട്ടെന്ന് കിട്ടി, കാരണം തിരക്കും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റൊക്കെ നിന്നിട്ടാണ് പൊതുവെ എല്ലാ പ്രാവശ്യം വാങ്ങേണ്ടി വരാറ്, എല്ലാ പ്രാവശ്യം കൊടുക്കും. അപ്പോൾ ഞാൻ ഡെയിലിയിൽ തന്നെ പറഞ്ഞു. അങ്ങനെ ചേട്ടൻ നേരെ കയ്യിലോട്ട് സാധനം തന്നു, താങ്ക് യു പറഞ്ഞിട്ട് ഞാൻ നേരെ തുടങ്ങാൻ പോയി. ഏട്ടനപ്പോഴേക്കും അവിടെ സീറ്റ് അടിച്ചു. ഏട്ടനും ചേച്ചി അങ്ങനെ പൊതുവേ മധുരം കഴിക്കുന്ന ടൈപ്പല്ല. ചേച്ചി പിന്നെ നേരത്തെ ഉറങ്ങാണ്ട് ചേച്ചീനെ കൂട്ടിയില്ല, ഞാൻ ഏട്ടനും കൂടെ നേരെ പോകുന്നു. പിന്നെ ചേച്ചിക്കും മധുരം അങ്ങനെ ഒട്ടും താല്പര്യമില്ല. ഏട്ടന് ഓക്കെ അത്രയും. എന്തായി ഞാനുണ്ട്. ഞാൻ പിന്നെ പൊതുവേ അത് ആ ഒരു പാത്രം മൊത്തത്തിൽ ഒറ്റയ്ക്ക് കഴിക്കുന്നതാണ്. മറ്റുള്ള ന്യൂട്രലയും കൂടെ വരും, അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഞാൻ എൻ്റെ സിമ്പിൾ സാധനം വേറെ സ്ഥലത്ത് കഴിച്ചിട്ടുണ്ട്, സൈൻലബാൻ അല്ല വേറെ രൂപത്തിൽ. പക്ഷേ എനിക്ക് അത്ര ടേസ്റ്റ് കിട്ടിയിട്ടില്ല. ഇതിൽ ആ ന്യൂട്രലയും മിൽക്ക് മെയ്ഡും അതെല്ലാം കൂടെ കൂടി വരുമ്പോൾ ഒരു വ്യത്യാസം. അത് ഈ നട്ടപ്പാതിരയ്ക്ക് ഉറക്കത്തുനിന്ന് നീച്ച് പോയിട്ട് കഴിക്കുമ്പോൾ സെറ്റാണ്. അങ്ങനെ ഞങ്ങളത് തീർത്തു വിത്തിൻ 1 or 2 minutes. അത് അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടുള്ളൂ, പെട്ടെന്ന് തീർന്നു. അതുകൊണ്ട് അധികം അതിൽ വീഡിയോ എടുക്കാനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റ പറഞ്ഞ് ഇറങ്ങി. അവർ ഷോപ്പ് ഏകദേശം ക്ലോസ് ആക്കാനൊക്കെ ആയിരുന്നു. ഞങ്ങൾ എന്തായാലും നേരെ ഇറങ്ങി ഇനി പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങണം. അങ്ങനെ നേരെ ബൈക്ക് എടുത്തു, പിന്നെ നേരെ പോന്നു. കാരണം ഇനിയിപ്പോൾ നാളെ ഓഫീസിൽ പോകണമല്ലോ രാവിലെ നയിച്ചിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഫസ്റ്റ് വീഡിയോ. സോ ജസ്റ്റ് 1 day in my life. ഇന്ന് രാവിലെ കുറേ ക്ലീനിങ് കാര്യം ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തില്ല, കാരണം അത്രയ്ക്ക് അവസ്ഥയായിരുന്നു. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.